അല്ല, അവളെ വളർത്തിയത് സരോജമാണ്, രാജലക്ഷ്മി അല്ല. ഇനി നീ സംസാരിച്ചാലുണ്ടല്ലോ, ശ്രീലക്ഷ്മി പറഞ്ഞത് ഞാനങ്ങ് പ്രവർത്തിക്കും. വല്ല വരുത്തന്മാർക്കും വേണ്ടി എന്നെ പ്രതിയാക്കരുത്. ആ 25 ലക്ഷം എന്റെ ഭർത്താവ് സഹിച്ചു. അതും കൊണ്ട് ഇറങ്ങി പോവാൻ പറയയാളോട്. എടി, എന്ത് തെറ്റിന്റെ പേരിലായാലും എന്റെ ഭാര്യയെ കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ആരെങ്കിലും അടിക്കണമെന്ന് തോന്നിയ അമ്മ ആദ്യം തല്ലേണ്ടത് ഇവളെയല്ല, മൂത്ത പുത്രനായി കണ്ട് അമ്മ ആരാധിക്കുന്നതേ ഈ നിൽക്കുന്ന മനുഷ്യനെയാ. അമ്മയ്ക്ക് ധൈര്യമുണ്ടോ അതിന്? എന്നെയും എന്റെ അമ്മയും തമ്മിലടുപ്പിച്ച് എല്ലാം നേടാന്നുള്ള തന്റെ ഈ സ്വപ്നം ഉണ്ടല്ലോ, ഇനിയും ആ സ്വപ്നത്തിന് താൻ ചുമട്ടുവെള്ളം കോരണ്ട. നിങ്ങളെ തിരിച്ചറിഞ്ഞപ്പോ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഇപ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം ഇവിടെ ഏതെങ്കിലും ഒരു മൂലയില്. ഇന്നു മുതൽ രവിയോടൊപ്പം കിരീടം പോലെ വെച്ചിരിക്കുന്ന വർമ്മൻ എന്ന രാജകീയ പേര് ഞാനങ്ങ് തിരിച്ചെടുക്കുക. ഈ നിമിഷം മുതൽ താൻ വാലുപോലെ കൊണ്ടു നടന്നിരുന്ന വർമ്മൻ ഇല്ല, രവി മാത്രമേ ഉള്ളൂ. കാശിന് വിലയില്ലാതെ വർമ്മൻ വിലയിലേക്ക് വന്നു കയറിയ അതേ രവി. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും നരകതുല്യമായ ജീവിതമായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഇത്രയും നാൾ അനുഭവിച്ച സുഖങ്ങളൊക്കെ താഴിട്ട് പൂട്ടുവായി രഘു. തന്നെ സ്വതന്ത്രനാക്കിയ സ്വത്തിനും പണത്തിനും വേണ്ടി താൻ എന്നെയും എന്റെ അമ്മയും കഴുത്തറുത്ത് കൊല്ലാൻ പോലും മടിക്കില്ല. നീ എന്താ പറഞ്ഞ? ഞാൻ എന്റെ അമ്മയെ അറിയാതെ പോലും നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നാലുണ്ടല്ലോ. ആന്റി, നീ എപ്പോ വന്നടി? ഇപ്പൊ വന്നേ ഉള്ളൂ. മോനെ വിനയ, കാണാൻ പോയ ആളിനെ കണ്ടോ? അനുഗ്രഹം വാങ്ങിയോ? കണ്ടുവെങ്കിൽ അനുഗ്രഹവും വാങ്ങി. ആ, നന്നായി. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. അല്ല, അമ്മ എവിടെ? അടുക്കളയില് നിക്ക. പപ്പി, ദേ മോള് വന്നു. ആ, മോളിങ്ങോട്ടൊന്ന് വന്നേ. കാണുമല്ല. മോളെ, വിനയന്റെ അമ്മയും കുടുംബക്കാരും ഒക്കെ എങ്ങനെയുണ്ട്? കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചതിനാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ആന്റി, അവര് നല്ല സ്നേഹത്തിലാ. വിനയേട്ടന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടം. എങ്കിലും അങ്ങോട്ടൊന്നും വിട്ടുകൊടുക്കണ്ട കേട്ടോ. വിനയന്റെ മേലൊരു പിടി എപ്പോഴും വേണം. ആ പിടിവിടേണ്ട ഒരു അവസ്ഥയുണ്ടായാലേ പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോരണം. തിരിഞ്ഞു പോലും നോക്കരുത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വാല് ചുരുട്ടി എല്ലാവരും നമ്മുടെ പുറകെ വന്നോളും. വരും വരും. നിന്റെ പിറകെ എത്ര പേര് വന്നായിരുന്നു? നീ പിണങ്ങി പിരിഞ്ഞു വന്നതിന് ശേഷം ഇവിടെ ആരും ഒന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല. വർഷം ഇത് എത്രയായി? വാലും ചുരുട്ടി ഇതുവരെ ആരും നിന്നെ വന്ന് വിളിച്ചോണ്ട് പോയില്ലല്ലോ. മോളെ കൃഷ്ണേ, ദേ ഇവളിങ്ങനെയൊക്കെ പറയും. മോളെ വഴക്കിനൊന്നും പോണ്ട. പുതിയ വീടും ആളുകളും ഒക്കെ അല്ലേ, ഇടപഴകി വരാൻ സമയമെടുക്കും.
മോനെ വിനയ, കൃഷ്ണ ഒരു പാവം കൊച്ച. കുഞ്ഞിലേ മുതൽ അച്ഛനില്ലാതെ വളർന്നത്. ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തുമ്പോ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു വരും. മോൻ അതൊന്നും കാര്യമായി എടുക്കരുത്. ഏയ് എനിക്കറിയാങ്കൾ. ആ, അച്ഛന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ അമ്മാവന അവളെ നോക്കിയതും വളർത്തിയതും. വളർത്തുദോഷം ഒന്നുമില്ലാത്ത കുട്ടിയാ. എന്തെങ്കിലും പോരായ്മ തോന്നിയ മോൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോണം. അതാണ് ജീവിതം. അതെ അതെ, പരസ്പരമുള്ള വിട്ടുവീഴ്ചയാ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. പിന്നെ ത്രിവിക്രമം വളർത്തിയതുകൊണ്ടുള്ള ചെറിയ ചില പോരായ്മകൾ ഉണ്ടായേക്കാം, അതൊന്നും കാര്യാക്കണ്ട. എന്റെ ചേച്ചി രാജനന്ദിനിയുടെ അവകാശവും ആ അവകാശത്തിന്മേലുള്ള സമ്പത്തും കണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ അതിനി തുടരണമെന്നില്ല. തന്നെ സ്വതന്ത്രനാക്കിയ സ്വത്തിനും പണത്തിനും വേണ്ടി താൻ എന്നെയും എന്റെ അമ്മയും കഴുത്തറുത്ത് കൊല്ലാൻ പോലും മടിക്കില്ല. സാർ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. എവിടെയാണെന്നൊന്നും ആർക്കും അറിയയില്ല. രാജാറാം സാർ അന്വേഷിക്കുന്നുണ്ട്. തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. ആ വീട്ടിൽ രവി സാറിനെ ഒറ്റപ്പെടുത്തുന്ന പോലെയല്ലേ സംഭവിച്ചത്. അദ്ദേഹത്തിന് സഹിക്കാനാവുന്നതിലപ്പുറം അത്. എനിക്കറിയാം മനസ്സ്. ആ മനസ്സ് കുറച്ച് തണുക്കുമ്പോ ഇന്നോ നാളെയോ അദ്ദേഹം തിരിച്ചു വരും. അതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ അമ്മയാകെ വിഷമത്തില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോള് ചെല്ല്. എന്നിട്ട് ഗായത്രിയമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കേ. രവി സാർ വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് കൃഷ്ണയും വിനയനെയും അങ്ങോട്ട് വിരുന്നിന് വിളിച്ചാ മതിയല്ലോ. ശരി അമ്മ. ഇതിനു പിന്നിലെ രേഖാ മാഡവും രാജലക്ഷ്മി അമ്മയും തന്നെയാ, ഒരു സംശയവും. പാവൻ രവി സാറ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഇറങ്ങിപ്പോയതായിരിക്കും. നീ ആദ്യം ആ ഫോണെടുത്ത് ഗായത്രി അമ്മയൊന്ന് വിളിക്കും സരോജം. ആ ഇതൊന്നും മോളുടെ ബാഗിലിരുന്ന ബോക്സ് അല്ലേ? അയ്യോ, മോള് വരുമ്പോ കൊടുക്കണോന്ന് കരുതിയിരുന്നതാ. ഇതിന്റെ അകത്ത് ഇനി എന്താണാവോ? ഇതൊരു സ്വർണ്ണവളയല്ലേ ശ്രീടച്ച? വലിയ കഷ്ടമാണ് സരോജം നിന്റെ കാര്യം. ഇത്രയും വിലപിടിപ്പുള്ള സാധനമാണോ നീ അലക്ഷ്യമായി അവിടെ കൊണ്ടുപോയിട്ടത്? അതിനിപ്പോ ഞാൻ അറിഞ്ഞു ഇതിന്റെ അകത്ത് വളയാണെന്ന്. ആ, നീ അതങ്ങ് എടുക്ക്. ഇപ്പൊ തന്നെ ഞാനത് കൊടുത്തിട്ട് വരാം. ഇനിയിപ്പൊ അങ്ങോട്ട് പോകണ്ട. അവിടെ എല്ലാരും വലിയ വിഷമത്തിലായിരിക്കും. ഞാനേ മോളെ വിളിച്ചു പറയാം. കിട്ടുന്നില്ലല്ലോ. മോള് വണ്ടിയിലായിരിക്കൂടി. ആ, നാളെ രാവിലെ നിങ്ങൾ ഓഫീസിൽ ചെന്ന് മോളെ ഇത് ഏൽപ്പിച്ചാ മതി. കൂട്ടത്തിലെ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കണം. രവി സാർ തിരിച്ചു വരാത്തോണ്ട് മോൾക്കും ഗായത്രിയമ്മയ്ക്കും ഒരു സമാധാനവും കാണില്ല. ശരി ശരി. ചേട്ടായി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടായി പോവാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളും നോക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മാപ്പ് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ആ രണ്ടക്ഷരത്തിൽ തീരുന്നതല്ല ചേട്ടായിക്ക് എന്നോടുള്ള ദേഷ്യമെന്ന് എനിക്കറിയാം. ദേഷ്യം എന്തിന്? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നിനക്ക് വേണ്ടി സ്വയം മാറി തന്നതാണ്. പിന്നെ ഈ വെയർഹൗസിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഞാൻ ആരാണെന്നോ എന്താണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാവും. എനിക്കറിയാം
ഞാൻ ചേട്ടായി ഒരുപാട് വിഷമിപ്പിച്ചു എന്ന്. എൻ്റെ പ്രവൃത്തിയും വാക്കുകളും കാരണം ചേട്ടായിക്ക് മുറിവേറ്റിട്ടുണ്ടെന്ന്. പെട്ടെന്നൊരു സഹോദരി ഉണ്ടെന്നും എന്നിൽ നിന്നും ഇത്രയും കാലം അത് മറച്ചു വെച്ചു എന്നും കേട്ടപ്പോൾ നില മറന്നുപോയി. മുന്നും പിന്നും നോക്കാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ചേട്ടായി രാഘവസുതയെക്കുറിച്ച് ഒന്നും. എന്നോടോ നമ്മുടെ കുടുംബത്തോടോ ഒരു സ്നേഹവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ചേട്ടായിയുടെ മനസ്സ് വിഷമിപ്പിച്ചു. ഇനി ഒരിക്കലും അതുണ്ടാവില്ല. ചേട്ടായി എന്നോട് വീട്ടിലേക്ക് വരണം. മനസ്സുകൊണ്ട് 1000 തവണ ഞാൻ ചേട്ടായിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ചെയ്ത അപരാധങ്ങൾക്കെല്ലാം മാപ്പ്. എന്നോടൊപ്പം വരാന്ന് പറയാതെ ഞാൻ വിടില്ല ചേട്ടായിയെ. രഘു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ഞാനും ശ്രീലക്ഷ്മിയും ഇനി അവിടെ താമസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. പറ്റിയൊരു സ്ഥലത്തേക്ക് ഉടനെ മാറിക്കോളാം. ഉടനെ തന്നെ. ഓ, എല്ലാം എനിക്ക് തന്നിട്ട് ചേട്ടായി പോവാണല്ലേ? എനിക്ക് അറിവ് വെക്കാത്ത പ്രായത്തിൽ കയറി വന്നതാ ചേട്ടായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. അന്നു മുതൽ ഈ നിമിഷം വരെ ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ നോവിച്ചിട്ട്. ശ്രീലക്ഷ്മി, അപ്പൊ കൺമണിയായ നമ്മളും രാഗസുതയും ഒന്നിക്കും. പൈസയ്ക്ക് വേണ്ടി സ്നേഹത്തിലൂടെ രവിവർമ്മനെ ചതിച്ച് ഞാൻ രാഗസുതയ്ക്ക് കാഴ്ചവെക്കും. പകയിലൂടെ രവിവർമ്മനെ പൂട്ടുന്ന കർമ്മം രാഗസുത നിറവേറ്റുന്നു. രാഗസുതയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും. ഹലോ, ഫോണിലേക്ക് ഇപ്പൊ ഒരു വീഡിയോ വന്നില്ലേ? അത് അയച്ച ആളാ സംസാരിക്കുന്നത്. ഇപ്പോ വർമ്മം വില്ലയിലെ വീട്ടിലാണെന്നറിയാം. കുറച്ച് കാര്യങ്ങൾ ശ്രീലക്ഷ്മിയോട് മാത്രമായി സംസാരിക്കാനുണ്ട്. മിനിറ്റ്, കൃത്യം 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും. ആ വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ചെന്ന് നിന്ന് എന്റെ കോൾ അറ്റൻഡ് ചെയ്യണം. ഞാനും ശ്രീലക്ഷ്മി മാത്രം അറിയേണ്ട ഒരു കാര്യം എന്തിനാ എല്ലാവരെയും അറിയിക്കുന്നത്? അപ്പൊ ശരി, 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ബൈ.
ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഇവിടെ താനെന്താ അവിടെ ഇരിക്കുന്ന? ഒന്നുമില്ല. വാ മേലോട്ടോ. മാഡം തന്നെ പറയും, ഈ ഒരു കാര്യത്തില് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോ ഒരാലോചനയ്ക്ക് പ്രസക്തിയില്ല. അയാൾ ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതല്ലേ നല്ലത്? അതാണ് മാഡം നല്ലത്. പക്ഷെ ഇത്രയും പണം ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ? ഇരു ചെവി അറിയാതെ ഇത് സോൾവ് ചെയ്യണം. കാരണം ആ വീഡിയോ ആരെങ്കിലും കണ്ട പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ ജയിലിൽ പോയി കണ്ടതിന്റെ ഉദ്ദേശം സാന്ദ്ര മാഡത്തിന് വിശ്വാസമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് അവളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്റെ വഴിക്ക് വരും. പക്ഷെ ഈ അജ്ഞാതൻ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചുരുക്കി പറഞ്ഞാൽ മാഡത്തിന്റെ നിലനിൽപ്പിന്റെ വിലയാണ് അവൻ ആവശ്യപ്പെട്ട 50 ലക്ഷം. സാർ ഇറ്റലിയിലെ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് മീറ്റിംഗിന് മുംബൈയിലേക്ക് പോകാൻ റെഡിയാവുക. സാർ ഇപ്പൊ തന്നെ ലേറ്റാ. സാർ പോകുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്ന കാര്യം ഞാൻ വിചാരിച്ച നടക്കും. പക്ഷേ സാറിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോ അത് നടക്കില്ല. ഏതിനും സാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. മാഡം അത് കഴിഞ്ഞ് കാശുമായിട്ട് പോയാ മതി. അപ്പോഴേക്കും ഞാൻ പണം റെഡിയാക്കാം. പക്ഷേ അയാളുടെ ആദ്യത്തെ ഈ ഡിമാൻഡില് പ്രശ്നം തീരുമെന്ന് മാഡത്തിന് വിശ്വാസമുണ്ടോ? ഇതൊരു തുടക്കം മാത്രമാണെന്നാ എന്റെ ഒരു കണക്കുകൂട്ടല്. മാഡം ആലോചിക്കേ. സാറെന്തോ അത്യാവശ്യ മീറ്റിങ്ങിന് പുറത്തു പോകാൻ നിന്നപ്പോഴാ ഞാൻ കണ്ടത്. ആ നമസ്കാരം. അങ്കിൾ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മാഡം. മാഡത്തിന് സുഖല്ലേ? സുഖമാണ് അങ്കിൾ. അല്ല, അങ്കിൾ എന്താ ഓഫീസിലേക്ക് വന്നത്? അങ്കിള് വരുന്ന കാര്യം മാഡം പറഞ്ഞിരുന്നില്ല. അച്ഛൻ ആ വളയും കൊണ്ട് വന്നതാ. ആഹാ, അത് കിട്ടിയോ? അത് നഷ്ടപ്പെട്ടെന്ന് കരുതി വിഷമത്തിലായിരുന്നു ശ്രീലക്ഷ്മി മാഡം. മാഡം, അച്ഛനത് കൊണ്ടുവന്ന് രവി സാറിനെ ഏൽപ്പിച്ചെന്ന്. അത് നമുക്ക് എന്തേലും ചെയ്യാം. അതാ മാഡം പറഞ്ഞത്, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരണം. ആളിനെ വ്യക്തമായിട്ട് അറിയുകയും വേണം. കുഴപ്പമൊന്നുമില്ല മാഡം, എല്ലാം ശരിയാക്കാം. ഒരു കാറ് മുമ്പിൽ കിടപ്പുണ്ടോ? ഉണ്ട് ചേട്ടാ. എങ്കിലേ നീ എന്റെ അതിന്റെ ബോണറ്റിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോ. ശരി.
ആ വിഷ്വൽ കണ്ടിട്ട് ഇനി ത്രിവിക്രമന്റെ പുറകെ പോകണ്ട. അവിടെ ഇരുന്ന പണം വേറെ ഒരിടത്ത് കൊണ്ടുവയ്ക്കുന്ന ജോലി മാത്രമേ അയാൾക്കുള്ളൂ. ആ ബാഗിൽ പണമാണെന്നോ ആ പണം ആരുടേതാണെന്നോ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നോ അയാൾക്കറിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ശ്രീലക്ഷ്മി അധിപുത്യൊന്നും കാണിക്കാൻ ശ്രമിക്കില്ല എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാണിക്കരുത്. വീഡിയോ പേടിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് ആപത്തുണ്ടാകുന്ന രീതിയിൽ ഒന്നും സംഭവിക്കില്ല. അന്ന് അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ കുറച്ച് മുന്നേ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ തന്നെ ആലോചിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് എന്തിനും ഞാൻ പ്രിപ്പയർ ആണ്. ഇനിയും ഞാൻ അവളെ ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിച്ച് സ്നേഹിച്ചാൽ അവളായിട്ട് പോകണം എന്നൊരു തീരുമാനം ഓർക്കാപ്പുറത്തെടുക്കുമ്പോ എനിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അവളിപ്പോ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല സർ. സാൻഡ്ര പ്ലീസ്, ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. അത് മനസ്സിലായെങ്കിൽ രണ്ടുപേർക്കും പോവാം. എല്ലാം ഓക്കെ. പണവും എത്തിച്ചു. സാറിന്റെ കാറിന് വളയും തിരികെ കെട്ടി. സത്യം പറഞ്ഞ ഇപ്പോഴും സമാധാനായത്. ഇത്രയും നേരം തീയിൽ ചവിട്ടിയതുപോലായിരുന്നു. മാഡത്തിന് എന്താ പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? മാഡം, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? മാഡം, നാളെ മാഡത്തിനെ നീലഹസ്തിയിലേക്ക് തിരികെ പറഞ്ഞുവിടാനാ രവിസാർ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി മാഡം, എന്നെ പോലെ തന്നെ രാജാറാം സാറിനും സത്യങ്ങൾ അറിയാമായിരുന്നു. അത് ഞാനോ മാഡോ പറഞ്ഞറിഞ്ഞതല്ല, അത് ഈശ്വരനായിട്ട് തന്നെ അറിയിച്ചതാ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഇപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയേ വേണ്ടത്. എങ്കിലും സാർ ഇങ്ങനെയൊന്ന് തീരുമാനിക്കാൻ മാത്രം ഇത്ര പെട്ടെന്ന് എന്തുണ്ടായെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. അതിലിത്രയും ആലോചിക്കാൻ ഒന്നുമില്ല മാഡം. കൺമണിയായി അഭിനയിച്ചിരുന്ന മാഡത്തെ കണ്ട മാത്രയിൽ തന്നെ ശ്രീലക്ഷ്മിയായി മനസ്സിനകത്ത് കയറ്റിയാൽ അത്രയും സമയം പോലും എടുക്കാതെ തന്നെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. ഞാൻ ആലോചിച്ചിട്ട് ഇനിയുള്ള ഏക വഴി രവിയോട് സത്യം തുറന്നു പറയാം എന്നുള്ളതാ. മാഡം എന്തിനാ കൺമണിയുടെ വേഷം അണിഞ്ഞതെന്നും അതിന്റെ പിന്നിലെ ഇന്റൻഷൻ എന്താണെന്നും രവി സാറിനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാഡത്തോടു കൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയ നേരത്തെ ഞാൻ രവി സാറിനോട് പറയാതിരുന്നത്.
മാഡം തന്നെ പറയും. അതല്ലേ ഈ അവസരത്തിൽ നല്ലത്. അങ്ങനല്ല രാജറാം സർ. രവി സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. എന്താ സരോജം, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ശ്രീടച്ച, അതെ, മോള് വിളിച്ചിരുന്നു. നാളെ മോള് ദൂരെ എവിടെ പോകുന്നു? ദൂരേക്ക് പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? അങ്ങ് ബാംഗ്ലൂർ എവിടെയാന്നാ പറഞ്ഞത്. പഠിക്കാനെന്നോ പ്രോജക്റ്റ് എന്നോ എന്തൊക്കെയോ അവള് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അവളും സാറ് പറഞ്ഞപ്പോഴാ ഈ യാത്രയുടെ കാര്യം അറിഞ്ഞെന്നാ പറഞ്ഞത്. സാറെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്? അതാ ഞാനും ആലോചിക്കുന്നത്. മോള് വേറെന്ത് പറഞ്ഞു? യാത്ര അയക്കാനൊന്നും നമ്മള് രണ്ടുപേരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. അവക്കത് കൂടുതൽ വിഷമാവുമെന്നാ അവള് പറയുന്നത്. അവൾക്ക് നമ്മളെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കാണണ്ടെന്ന് കരുതണം. അവള് പോയിട്ട് വരട്ടെടി. എന്തായാലും രവി സാറ് പറഞ്ഞു വിടാൻ പോകുന്നത് നല്ല കാര്യത്തിനായിരിക്കും. വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളല്ലേ രവി സാറ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബാംഗ്ലൂര് പോലുള്ള വലിയ പട്ടണത്തിലേക്ക് അയക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? പിന്നെ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും അവൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന്. നീ ഇതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്തു വെച്ചേ. ഞാനൊന്ന് മെയിൽ കഴിയിട്ട് വരാം. എന്റെ കരുക്കുത്തിയമ്മേ, മോള് തിരികെ വന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ലാതെയാ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. എന്താ ഏതാന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചില സമയത്ത് എന്റെ മോള് ശ്രീലക്ഷ്മിയാണെന്ന് സംശയിക്കുന്ന രീതിയിലാ അവളുടെ സംസാരവും പ്രവൃത്തിയും. നീ തന്നെ നെല്ലും പതിരും തിരിച്ചു തരണം, അപേക്ഷയാണ്. താൻ എന്തിനാണോ ഇവിടേക്ക് വന്നത് ആ ആവശ്യം കഴിഞ്ഞു. വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള നിശബ്ദത ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായേക്കാവുന്ന ഒരു സിറ്റുവേഷന് ഞാൻ മുൻകൈ എടുത്ത് കുറച്ച് നേരത്തെ ആക്കിയെന്നേ ഉള്ളൂ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ ഉപകാരത്തിന്റെ ഫലമായിട്ട് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് തന്നെ. താൻ ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും ഇവിടെ മറ്റുള്ളവരിൽ സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു ഉൾഭയം തന്നെയാണ്. വേറൊരാളാണെന്ന് താൻ എന്നോട് പറയുമ്പോഴും ഞാൻ എന്നെ തന്നെ പലതവണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വല്ലാതെ പാടുപെടുന്ന പോലെയുണ്ട്. ഒരു നിമിഷത്തെ തോന്നലിൽ താനാണ് ശ്രീലക്ഷ്മി എന്നും ഞാൻ ഇനി എങ്ങോട്ടും വിടുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് താൻ തയ്യാറായാൽ തന്നെ ഈ നിൽക്കുന്നത് ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെങ്കിൽ ഞാൻ എന്റെ ശ്രീലക്ഷ്മിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാവുന്നത്. ഈ അവസരത്തിൽ മറ്റാരെയും ഞാൻ ഓർക്കുന്നില്ല, എന്റെ മനസ്സാക്ഷിയല്ലാതെ. തന്നെ ഞാൻ പറഞ്ഞു വിടുന്നതിനൊപ്പം ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇനിയും നീണ്ടൊരു കാത്തിരിപ്പിന് ഞാൻ ഒരുക്കമാണെന്ന് എന്നെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീലക്ഷ്മി ഇപ്പോ അടുത്തില്ല എന്നൊരു തോന്നലാണ് ഞാൻ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്, അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനിയൊരു പുനഃപ്രതിഷ്ഠ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചാലും എനിക്കതിന് സാധിക്കില്ല.
സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി പോലെ ആവാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ എപ്പോഴോ സാറിന്റെ ശ്രീലക്ഷ്മിയായി മാറി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ സാർ ആഗ്രഹിക്കുന്ന ശ്രീലക്ഷ്മിയാവാൻ എനിക്ക് പറ്റാത്തിടത്തോളം കാലം ഞാൻ സാറിന്റെ ജീവിതത്തിൽ ഒരധികപ്പറ്റ് തന്നെയാ. എങ്കിലും ഞാനെന്ന് ചോദിച്ചോട്ടെ സാർ, എന്നെ പറഞ്ഞു വിടാതിരുന്നൂടെ? എല്ലാവരുടെയും സ്നേഹം ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തില് ചോദിച്ചു പോയതാ ഞാൻ. ഞാൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടണമെന്നില്ല. നാളെ എന്റെ കൈകൊണ്ട് ചെയ്യേണ്ടത് ഇന്ന് നിന്റെ കൈകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അല്പസുഖത്തിന് വേണ്ടിയിട്ടുള്ള തരികിട പരിപാടികളൊക്കെ നിർത്തണം കൺമണി. തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിന് ബോധ്യം വന്ന പിന്നെ മറ്റൊരു ചിന്ത അരുത്. തന്നെ ഇറുക്കി അങ്ങ് അടച്ചേക്കണം. നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ആ ഇരുട്ടില് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടേ വെള്ളി വെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറക്കാവൂ. പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇവിടെ സമയം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. പകയും വിദ്വേഷവും എനിക്കാണുള്ളത് ശരി. രവിചന്ദ്രവർമ്മന്റെ മരണത്തിന് ഉത്തരവാദിയാകേണ്ടതും ഞാൻ തന്നെയായിരിക്കും. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ യോഗ്യത നിനക്കാണ്. അവൻ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രീലക്ഷ്മിയുടെ രൂപമുള്ള കൺമണി എന്ന നിനക്ക് ഒറ്റ പിടച്ചിലുകൊണ്ടുള്ള സുഖമരണം അവൻ അർഹിക്കുന്നില്ല. എങ്കിലും ചെയ്യുന്നത് നീ ആയതുകൊണ്ട് അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം ഉണ്ടാവും. അതിനുള്ള ആയുധം നിന്നിലേക്ക് വന്നു ചേർന്നോളൂ. കാഞ്ചി വലിക്കുന്നതിന് തൊട്ടു മുമ്പ് നീ അവനെ ഓർമ്മപ്പെടുത്തണം. ഇതാണ് രാജനന്ദിനിയെ കൊന്നതിന് ഈ രാഗസുധ അവനു കൊടുക്കുന്ന വിരലടയാളം പതിപ്പിച്ച ശിക്ഷയെന്ന്. പിന്നൊരു പിടച്ചിലിന് പോലും സമയം കൊടുക്കരുത്. ഒരു ബുള്ളറ്റ്, ഒരേ ഒരു ബുള്ളറ്റ് രവിചന്ദ്രവർമ്മന്റെ തിരുനെറ്റിയിലേക്ക് ഈ രാഗസുധയുടെ ഇഷ്ടദാനം. ഇവിടെ